Hi everyone, this is Abin from Epica. അങ്ങനെ നമ്മുടെ iOS 17.2-ൻ്റെ RC റിലീസ് നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 5.72 GB എൻ്റെ ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഈ പറയുന്ന 5 മുതൽ 6 GB ഉള്ളിലായിരിക്കും അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 17.2 RC റിലീസ് ചെയ്യുന്നുണ്ട്. watchOS 10.2 RC റിലീസ് ചെയ്യുന്നുണ്ട്. macOS 14.2 RC റിലീസ് ചെയ്യുന്നുണ്ട്. tvOS ആൻഡ് HomePodOS 7.2 RC റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഓൾഡർ വേർഷനായ ഡിവൈസുകൾക്കും ആപ്പിൾ RC റിലീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ iOS 7.2-ൻ്റെ പുതിയ വിശേഷങ്ങൾ പറയുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. തുടക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും iOS 17.2 21C62 എന്ന്. ഈ ഒരു അപ്ഡേഷനിൽ വേറെ ബഗ്ഗോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ബിൽ നമ്പറായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. നമ്മുടെ ബീറ്റ 3-ൽ നിന്ന് പിന്നീട് നമുക്ക് പുതിയൊരു മോഡേൺ ഫേംവെയർ വന്നിട്ടില്ല. ഈ ഒരു അപ്ഡേഷൻ്റെ ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സിൽ തന്നെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഡിഫോൾട്ട് അലേർട്ട് എന്ന പുതിയ ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന iOS 17-ൽ എടുത്തു മാറ്റിയ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ആപ്പിൾ തിരിച്ചുകൊണ്ടുന്നുണ്ട്. ഈ പറയുന്ന ഡിഫോൾട്ടായിട്ടുള്ള സൗണ്ട് നമുക്കിനി മുതൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഡിഫോൾട്ട് സൗണ്ട് എന്ന് പറയുന്നത് റീബൗണ്ടാണ്. എനിക്കത് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പാസേജിലേക്ക് ഇട്ടു, ഞാനൊന്നുകൂടെ റീബൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു സൗണ്ട് നമ്മുടെ ഡിഫോൾട്ട് സൗണ്ടായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഒരു പുതിയ ആപ്ലിക്കേഷൻ ആപ്പിൾ iOS 17-ൻ്റെ ആ ഒരു കീനോട്ടിൽ പ്രോമിസ് ചെയ്ത ജേണൽ എന്ന ആപ്ലിക്കേഷൻ നമുക്കിതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ഓരോ പുതിയ കാര്യങ്ങളും നമുക്കൊരു ജേണലായിട്ട് സേവ് ചെയ്ത് നമ്മുടെ ആ ഒരു ഡേ നമ്മുടെ കറക്റ്റായിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളും ആപ്പിളിനെ സജസ്റ്റ് ചെയ്യുകയും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ജേണൽ ആപ്പിൻ്റെ സെറ്റിങ്സ് നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സ് ഓപ്ഷനിലും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. നേരെ താഴത്തേക്ക് പോവാം. ഇവിടെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറഞ്ഞ ജേണൽ എന്ന ആപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഒരു ജേണൽ ആപ്പിന് ലൊക്കേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫേസ് ID ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ജേണൽ ആപ്പ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ പറയുന്ന ഫേസ് ID ഓപ്ഷൻ ഫോട്ടോസിലേക്കും ബാക്കി എല്ലാ ആപ്പിൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിലേക്കും ആപ്പിൾ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ആ ഒരു സെയിം അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ന്യൂ എൻട്രീസ് എന്നുള്ള കാര്യം നമുക്ക് ഓൺ ചെയ്തിടാൻ പറ്റും. ആപ്പിൾ ഓട്ടോമാറ്റിക്കലി ആ ഓഫ് ചെയ്തിടാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജേർണൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ നമുക്ക് ഫോട്ടോസ് നമ്മുടെ ഈ പറയുന്ന സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, ജേർണലും സ്കെഡ്യൂളും ലോക്ക് ജേർണൽ എന്നീ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ആപ്പിൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബീറ്റ 3-ൽ നിന്നുണ്ടായ ആ ഒരു കൊളാബറേറ്റ് എന്ന ഓപ്ഷൻ ആപ്പിൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ നമുക്കിവിടെ ഫേവറേറ്റ് എന്ന പുതിയ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു ഫേവറേറ്റ് ഓപ്ഷനിൽ നമ്മൾ ഫേവറേറ്റ് ചെയ്ത പാട്ടുകൾ മാത്രം, നമുക്കൊരു 10-300 സോങ്സ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മുടെ ഫേവറേറ്റ് സോങ്സ് മാത്രം സെലക്ട് ചെയ്ത് നമുക്കൊരു പ്ലേലിസ്റ്റായിട്ട് ആപ്പിൾ തരുന്നുണ്ട്. തൊട്ട് താഴത്ത് നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറച്ചധികം സോങ്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും. അവിടെ ഈ ഒരു 3 ഡോട്ട് ടാപ്പ് ചെയ്താൽ കൊളാബറേറ്റ് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. വരുന്ന അപ്ഡേറ്റ്സിൽ നമുക്ക് ഈ പറയുന്ന കൊളാബറേറ്റ് എന്ന ഓപ്ഷൻ ആപ്പിൾ തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ നമുക്ക് ഓരോ ഇഷ്ടമുള്ള കൂട്ടരായിട്ട് ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് സെറ്റിങ്സിലാണ്. സെറ്റിങ്സിൽ ക്യാമറ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം.
ഇതിൽ നമ്മുടെ 15 Pro ആൻഡ് Pro Maxൽ മാത്രം വന്നിരിക്കുന്ന ഒരു പുതിയ ഓപ്ഷനാണ് സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ നമ്മുടെ ബാക്കി ഒരു ഡിവൈസിലും നമുക്ക് ലഭിക്കുന്നില്ല. എന്താണ് ഈ പറഞ്ഞ സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ, വരുന്ന നമ്മുടെ ആപ്പിളിലെ കോമ്പറ്റേഷണൽ എറയിൽ വരുന്ന ആ ഒരു വിഷൻ പ്രോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ചെറിയ ഓപ്ഷൻ 15 പ്രോയിലും Pro Maxലും ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 15 Pro Max ആൻഡ് പ്രോയിൽ നമ്മൾ വീഡിയോ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അടുത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ടോഗിൾ കാണാൻ പറ്റും. നമ്മുടെ ഈ പറഞ്ഞ വിഷൻ പ്രോയുടെ ആ ഒരു ഓപ്ഷൻ കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന സ്പേഷ്യൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ 15 Pro Maxൽ ആപ്പിൾ കൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ 15 Pro Maxൽ നമുക്ക് ഫോട്ടോസ് ഓപ്ഷനിൽ ടെലിഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ലോഡ് ആകാനുള്ള പുതിയ അപ്ഡേഷനും ആപ്പിൾ 15 Pro ആൻഡ് Pro Maxലും കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഒരു പുതിയ വിജിറ്റ്സ്, ഒന്നല്ല ഒരു 3 പുതിയ വിജിറ്റ്സും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുക, നമ്മുടെ ഈ പറഞ്ഞ പ്ലസ് ഐക്കൺ കൊടുക്കുക, വെതറിന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ 3 വിജിറ്റും ഫോർകാസ്റ്റ് ആണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ഡെയിലി ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ സൺറൈസ് സൺസെറ്റും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സൺസെറ്റ് ആൻഡ് സൺറൈസ് കൊടുത്തു, നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു സൺസെറ്റ് സൺറൈസ് കറക്റ്റായിട്ട് നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ 3 പുതിയ വിജിറ്റും നമ്മുടെ ഈ പറഞ്ഞ വെതർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത വന്ന മാറ്റം എയർ ഡ്രോപ്പിലാണ്. എയർ ഡ്രോപ്പിൽ വന്ന പുതിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ നമ്മുടെ മൂവി ടിക്കറ്റ്സ്, ബോർഡിംഗ് പാസ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും എയർ ഡ്രോപ്പ്, അതായത് നമുക്ക് ഈ പറഞ്ഞ നെയിം ഡ്രോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ iOS 17.2 വന്ന ബഗ്ഗുകളും ബഗ് ഫിക്സുകളും എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ iOS തൊട്ട് നമുക്കൊരു വൈഫൈയുടെ ഇഷ്യൂ ആപ്പിൾ ഐഫോൺ ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് ഇപ്പോഴും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടില്ല. പിന്നീട് ഒരു ബഗ് ഫിക്സ് വന്നിരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഈ പറഞ്ഞ ഐഫോൺ വയർലെസ് ചാർജിങ് ആയിട്ട് GM കാറുകളിലും BMA കാറുകളിലും യൂസ് ചെയ്യുമ്പോൾ ഹീറ്റപ്പ് ആവുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചിട്ടുണ്ട്. ഇനി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഡീസൻ്റായ പെർഫോമൻസ് തന്നെയാണ് ലഭിക്കുന്നത്. വലിയ ക്ലട്ടറിങ്ങോ അതേപോലെ ലാഗോ ഇത്ര നേരം യൂസ് ചെയ്തിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ നമ്മുടെ ഈ ഗീക്ക് ബെഞ്ച് സ്കോർ റിസൾട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മുടെ ഈ ഒരു ഗീക്ക് ബെഞ്ച് 6ലേക്ക് പോവാം. ഞാൻ നേരത്തെ ഒന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കിയായിരുന്നു. നമ്മുടെ സിംഗിൾ കോഡ് എന്ന് പറയുന്നത് 1773യും മൾട്ടി കോഡ് എന്ന് പറയുന്നത് 3931മാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഹിസ്റ്ററി തന്നെയാണ്, അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ഗീക്ക് ബെഞ്ച് റിസൾട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ഉണ്ടായ ബേറ്റുകളിൽ നിന്ന് അപേക്ഷിച്ച് ഈ ഒരു ഡിവൈസിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ബാറ്ററി എനിക്ക് ലഭിക്കുന്നതാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഒരു ദിവസം ഫുള്ള് യൂസ് ചെയ്തപ്പോഴും അത്യാവശ്യം ഒരു ബാറ്ററി എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബാറ്ററി ലോഗ് നമുക്കിപ്പോൾ നോക്കാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമ്മുടെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 82% നിലനിൽക്കുന്നുണ്ട്. ഇനി എൻ്റെ ബാറ്ററി ലോഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയ ആ ഒരു ബാറ്ററി ബാക്കപ്പാണ് എൻ്റെ ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നത്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറും 6 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 56 മിനിറ്റുമാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും അതേപോലെ ബാക്കി എല്ലാ യൂട്ടിലിറ്റീസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡീസൻ്റ് ആയ ബാറ്ററി പെർഫോമൻസ് തരുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് ഈ പറഞ്ഞ iOS 17.2. ഇനി നമ്മുടെ iOS 17.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന iOS 17.3ൻ്റെ ബീറ്റ 1 എന്നാണെന്ന് ചോദിച്ചാൽ, മിക്കവാറും നമുക്ക് ഈ പറഞ്ഞ നെക്സ്റ്റ് വീക്കിൽ തന്നെ iOS 17.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ 3rd വീക്കായിട്ടുള്ള 18 to 20 ആ ഒരു ടൈമിൽ മേ ബി നമ്മുടെ iOS 17.3ൻ്റെ ഒരു ബീറ്റ 1 ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ബീറ്റയും ലഭിക്കില്ല. ജാനുവരി ഒരു മിഡ് ആയതിനു ശേഷം മാത്രമായിരിക്കും ഒരു ബീറ്റ 2 അല്ലെങ്കിൽ ഒരു ബീറ്റ 1 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ്. കാരണം ഈ പറയുന്ന ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ എംപ്ലോയീസിന് ലീവായിരിക്കും. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇനിയൊരു കറക്റ്റ് വീക്ക്ലി സൈക്കിൾ അപ്ഡേഷൻ ആപ്പിളിൻ്റെ അടുത്തുനിന്ന് ലഭിക്കാത്തത്. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മേ ബി iOS 17.3ൻ്റെ ബീറ്റ 1ഉം ബീറ്റ 2 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 17.2ൻ്റെ പുതിയ RC റിലീസിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റിൽ കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഇതേപോലെ പുതിയ പുതിയ ആപ്പിളിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും റിലീസാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും എന്തായാലും എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ Instagram too, and thank you so much for watching this whole video. This is Abin Xavier signing from Evika.